നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ വ്യാപിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നത്. ഹമാസിനെ സഹായിക്കാനും ഇസ്രായേൽ ആക്രമണങ്ങളെ ചെറുക്കാനുമാണ് ഹൂതികളടക്കമുള്ള ഹമാസ് അനുകൂല സംഘടനകൾ ചെങ്കടലിലടക്കം ആക്രമണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചരക്കു കപ്പലുകൾ യാത്ര അവസാനിപ്പിക്കുകയോ മറ്റു വഴികൾ തിരഞ്ഞെടുക്കുകയോ ആണ് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകളെ ഒരു തരത്തിലും വെറുതെ വിടാതെയാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് വരുന്നത്. ചെങ്കടലിൽ ചരക്കു കപ്പലുകൾ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ഒരു പുതിയ തന്ത്രവുമായി വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അത് ചൈനീസ് കപ്പലുകളാണെന്ന് സിഗ്നലുകൾ നൽകിയാണ് ചരക്കു കപ്പലുകൾ ഇപ്പോൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്നത്. നിരവധി കപ്പലുകളാണ് ഇതിനോടകം തങ്ങൾക്ക് ചൈനയുമായാണ് ബന്ധമെന്ന സിഗ്നലുകൾ കാണിച്ച് ചെങ്കടൽ കടക്കാൻ ശ്രമിക്കുന്നത്. 5ഓളം ചരക്കു കപ്പലുകളാണ് ഓൾ ചൈനീസ് ക്രൂ അല്ലെങ്കിൽ സമാനമായ സിഗ്നലുകൾ നൽകി ചെങ്കടൽ കടക്കാൻ ശ്രമിച്ചത്. നിലവിൽ 2 കപ്പലുകൾ ചൈനീസ് ബന്ധമുണ്ടെന്ന സൂചന നൽകി ചെങ്കടലിലുണ്ട്. ഇത് ചൈനയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെതിരെയാണ് എന്ന് കരുതുന്ന ചൈനയുടെ നിലപാട് കൂടുതൽ രൂക്ഷമാകാനും ഇസ്രായേലിനെതിരെ നേരിട്ട് രംഗത്തിറങ്ങാനും സാധ്യതയേറിയിരിക്കുകയാണ്. കൂടാതെ 2 കപ്പലുകൾ ഇതേ തന്ത്രം ഉപയോഗിച്ച് ചെങ്കടൽ വഴി ഏഷ്യയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇതുകൂടാതെ 5ാമത്തെ കപ്പൽ ഗൾഫ് ഓഫ് ആദനിലേക്കും നീങ്ങുകയാണ്. നിലവിൽ ചെങ്കടലിൽ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചരക്കു കപ്പലുകൾക്ക് നേരെ ഭീഷണി വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ മാത്രമാണ് ആക്രമിക്കുന്നതെന്നാണ് ഹൂതികൾ പറയുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങൾ ആഗോളതലത്തിൽ ചരക്കു നീക്കത്തെ ബാധിക്കുകയും എണ്ണവിലയിലെ വർധനവിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം US സംയുക്തമായി ഹൂതികൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഈ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞ ഹൂതികൾ ഇനിയും ആക്രമണം തുടരുകയാണെങ്കിൽ മേഖലയിലുള്ള US-UK മിലിറ്ററി ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും അറിയിച്ചു. അതിനിടെ യമനിൽ US-UK ആക്രമണം നടത്തുന്നത് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ചൈനീസ് അംബാസഡർ ഷാങ് ജൂൻ പറഞ്ഞു. എങ്ങനെ പോയാലും ആക്രമണം ഉണ്ടാകുമെന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തന്ത്രവുമായി ഇപ്പോൾ ചരക്കു കപ്പലുകൾ ചെങ്കടലിലൂടെ നീങ്ങുന്നത്. യമനിൽ ആക്രമണങ്ങൾ വ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇനിയും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അതിനാൽ തന്നെ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ ഈ തന്ത്രം ഹൂതികളുടെ അടുത്ത് വിലപ്പോകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.